ചാലിശ്ശേരി സെന്ററിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ പറമ്പിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽ വൈദ്യുത പോസ്റ്റ് തകർന്നു. ചാലിശ്ശേരി സെന്ററിൽ സലീം സോമിലിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ലോറി ഇടിച്ചു കയറി റോഡരികിലെ വൈദ്യുത പോസ്റ്റ് തകർന്നു. കുന്നംകുളം ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നാഷണൽ ഹൈവേ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുക്കാൻ വരികയായിരുന്നു ലോറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാലിശ്ശേരി സെന്ററിലെ സ്ഥിരം അപകട മേഖലയിലാണ് ഈ അപകടവും നടന്നത്. നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ ഭാഗം മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. റോഡിന്റെ വീതിക്കുറവും ടിപ്പർ വാഹനങ്ങളുടെ മരണപ്പാച്ചിലും അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നതായി വാർഡ് മെമ്പർ ശിവാസ് പറഞ്ഞു. ടിപ്പർ ലോറികളുടെ വേഗത നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. 1:30 കൂടിയിട്ടാണ് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്റർ പട്ടാമ്പി റോഡിന് സമീപത്തായിട്ട് അമ്മുണ്ണിക്കാട് മില്ലിൻ്റെ സമീപത്ത് പിന്നെ NHIയുടെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള മണ്ണ് കൊണ്ടുപോയിരുന്ന ഒരു വാഹനം അത് തിരിച്ച് മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. വണ്ടി കാലിയാണ്. ആ വാഹനം ഇന്നലെ ഒരു 1:30 കൂടിയിട്ടാണ് പുലർച്ചെ അപകടത്തിൽപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സംസ്ഥാന പാതയിൽ പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാത എന്ന് പറയുമ്പോൾ വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരവധി അപകടങ്ങൾ ഈ മേഖലയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് പഴയ വില്ലേജ് ഓഫീസിൻ്റെ സമീപത്ത് വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അയാളുടെ നില അതീവ ഗുരുതരമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. അന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള മറ്റൊരാളെ ഒരു വാഹനം തട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ടിപ്പർ ലോറിയും അപകടത്തിൽപ്പെട്ടു. ഈ പ്രദേശത്ത് ടിപ്പർ ലോറികളുടെ ഒരുപാട് എണ്ണം വലിയ തോതിൽ ടിപ്പർ ലോറികൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് ഈ പട്ടാമ്പി കുന്നംകുളം മേഖല. ഈ റോഡ് മേഖല ഇടുങ്ങിയ റോഡായതുകൊണ്ട് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ വാഹനങ്ങളുടെ വലിയ തരത്തിലുള്ള സഞ്ചാരം ഈ മേഖലയിലൂടെ ഉണ്ട്. ഇടുങ്ങിയ റോഡായതുകൊണ്ട് രാത്രിയിൽ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ പലപ്പോഴും അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടിപ്പർ ലോറികളുടെ ഈ വേഗത കുറച്ചുകൊണ്ട് മറ്റ് യാത്രക്കാർക്ക് കൂടി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് വേഗത കുറച്ചുകൊണ്ട് പരമാവധി യാത്ര ചെയ്യുക. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.